ഹലോ ഗൈസ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ആണ് കേട്ടോ ഗൈസ്. സോയ ചങ്ക്സ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമല്ലേ. മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഭക്ഷണത്തിന് ഇത് മാത്രം മതിയാവും. സൈഡ് ഡിഷ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് വേറെ പല കിടിലൻ ഡിഷും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഈ ഒരു സോയ ചങ്ക്സിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഈ ഒരു സോയ ചങ്ക്സ് ഉണ്ടല്ലോ, പതിവായിട്ട് കഴിക്കുന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കുകയും ദഹന വ്യവസ്ഥയൊക്കെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും. അതുപോലെ തന്നെ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് ഈ ഒരു സോയ ചങ്ക്സ്. എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് ഗുണകരമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പയർവർഗ്ഗമാണ് ഈ ഒരു സോയ ബീൻസ് എന്ന് പറയുന്നത്. കിഴക്കൻ ഏഷ്യ ജന്മദേശമായിട്ടുള്ള ഒരു പയർവർഗ്ഗ സസ്യമാണ് സോയ ബീൻസ്. അപ്പോൾ സോയ ചങ്ക്സ് പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കേട്ടോ. പ്രോട്ടീൻ, നാരുകൾ, അയൺ, കാൽഷ്യം എന്നിവയാൽ സമ്പന്നമാണ് ഈ ഒരു സോയ ചങ്ക്സ്. ശരീരഭാരം കുറയ്ക്കുന്നതിനൊക്കെ ഏറെ സഹായകമാണ്. അതേപോലെ തന്നെ മിതമായ അളവിൽ ഈ സോയ ചങ്ക്സ് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് സുരക്ഷിതവും അതുപോലെ തന്നെ ആരോഗ്യകരവുമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സും സോയ ബീൻസും എല്ലാം സൂപ്പറാണ്. വീക്ക്ലി വൺസ് ഒക്കെ നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹെൽത്ത് വൈസൊക്കെ നമുക്ക് വളരെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സോയ ചങ്ക്സിന് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.